അർജുൻ ആയങ്കിയെ ഇരുട്ടി വെളുക്കും മുമ്പ് തട്ടി അകത്തുകയറ്റാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം പരസ്യമായി ആയങ്കിയെ തള്ളിപ്പറയുമ്പോഴും CPM-ന്റെ ഗുഡ്സ് ബുക്കിലാണ് ആയങ്കി ഇപ്പോഴും ഉള്ളത്. അത് തന്നെയാണ് അയാളുടെ ധൈര്യവും. പി ജയരാജന്റെ വിശ്വസ്തനായിരുന്ന ആയങ്കി ഇപ്പോൾ CPM-ലെ പല കണ്ണൂർ നേതാക്കളുടെയും ചക്കരക്കുട്ടിയാണ്. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ധൈര്യമുണ്ടേൽ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞവർക്ക് ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇതായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കോതമംഗലം ഇൻസ്പെക്ടർ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറാണ് അർജുന്റെ വെല്ലുവിളി ഉണ്ടായത്. കീഴടങ്ങാമെന്ന് വ്യക്തമാക്കിയിട്ടും തന്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ പോലീസ് പോയെന്നാരോപിച്ചാണ് ആയങ്കിയുടെ വെല്ലുവിളി. ഒളിവിലിരിക്കുന്ന തന്നെ കഴിയുമെങ്കിൽ പിടിക്കാനും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചിട്ടുണ്ട്. കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരായ ഭീഷണി അർജുൻ ആയങ്കി ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് ഇയാൾക്കെതിരെ മറ്റൊരു കേസെടുത്തു. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഊന്നുകൽ പോലീസ് വ്യക്തമാക്കി. കോതമംഗലം SHO സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണിപ്പെടുത്തിയതിന് അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ അർജുൻ ആയങ്കി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിങ്കളാഴ്ച ഹർജി തള്ളി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കിയിരുന്നു. മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തിൽ ഇടപെടാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു. കേസിന്റെ ഗൗരവവും അന്വേഷണവും തുടക്കഘട്ടത്തിലാണ് എന്നതും കണക്കിലെടുത്തപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെ താൻ ഊന്നുകൽ CIക്ക് കീഴടങ്ങാമെന്ന് കാട്ടി മെസ്സേജ് അയച്ചെന്ന് അർജുൻ ആയങ്കി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു. ഊന്നുകൽ CIക്ക് അയച്ച സന്ദേശമാണിതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. താൻ കീഴടങ്ങാമെന്ന് അറിയിച്ചിട്ടും തന്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ പോലീസ് പോയി എന്നാണ് ആയങ്കിയുടെ ആരോപണം. കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്നെ അങ്ങ് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്ക്. നീ വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചതാ. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ നീ പിടിക്ക്. ആയങ്കിയുടെ വെല്ലുവിളിയാണിത്. ഇതിനു പുറമെ കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരെയുള്ള ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു. അതിങ്ങനെയാണ്: എന്നെ വേറൊരു കേസിൽ അനാവശ്യമായിട്ട് ഒരു കേസിൽ എന്നെയും എന്റെ സുഹൃത്തുക്കളെയും അത് കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആള് നിന്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ നിനക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ എടുത്തിട്ട് അവരുടെയൊക്കെ പിന്നാലെ പോയത്. നിനക്കൊക്കെ പിടിക്കാൻ പറ്റുമെങ്കിൽ നീ വന്ന് പിടിക്ക് എന്നാണ്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കി ഉൾപ്പെടെ 6 പേരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ തലേന്ന് കോതമംഗലത്ത് പുന്നേക്കാട്ടുള്ള റിസോർട്ടിൽ നിന്ന് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂർ അഴീക്കൽ കോവലോടി ആയങ്കി വീട്ടിൽ അർജുൻ ആയങ്കി എന്ന 29 വയസ്സുകാരൻ, തിരുവനന്തപുരം ആറ്റിപ്ര കളത്തൂർ വിനായകൻ വീട്ടിൽ ആദർശ് എന്ന 29 വയസ്സുകാരൻ, അഴീക്കൽ കോവലോടി നെരിച്ചൽ വീട്ടിൽ പ്രണവ്, അതുപോലെ തന്നെ ധനീഷ, അതുപോലെ തന്നെ അരുൺ, അതുപോലെ ടാൻസൺ എന്ന 34 വയസ്സുകാരൻ, ഇവരെയൊക്കെയാണ് കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്തത്. ഇവർ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തത് ഒന്നിച്ചാണ് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തി ഈ ഡാൻസ് ചെയ്ത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് എന്നായിരുന്നു അർജുൻ ആയങ്കി അടക്കമുള്ളവരുടെ വാദം. ഈ കേസിൽ 21 ദിവസം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കോതമംഗലം ഇൻസ്പെക്ടറെ ആയങ്കി പരസ്യമായി ഭീഷണിപ്പെടുത്തിയത്. ആയങ്കി ഇന്നും ജയരാജന്റെ വിശ്വസ്തനാണ്. PJയുടെ ആരാധകരായ CPM നേതാക്കൾ ഇന്നും കണ്ണൂരിലുണ്ട്. പിണറായിയെ പോലെയുള്ള ചില നേതാക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആയങ്കിയുടെ ആരാധകരാണ്. അവർക്ക് വേണ്ടി ആയങ്കി ജീവൻ കളയും. ഇടതുമുന്നണി ഭരിക്കുന്ന കാലത്ത് ആയങ്കിയെ തൊടാൻ പോലീസ് തയ്യാറായിട്ടില്ല. വലതുമുന്നണി ഭരിക്കുന്ന കാലത്തും ഒന്നും സംഭവിക്കുകയുമില്ല. എന്നാൽ കോതമംഗലം CIയെ വെല്ലുവിളിച്ചാണ് വിവാദമായത്. കേരളം ഇപ്പോഴും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണെന്നായിരുന്നു ആയങ്കിയുടെ ചിന്ത. അതാണ് പോലീസിനെതിരെ ഇത്രയും അധികം തെറി വിളിക്കാൻ കാരണം. ആയങ്കി കണ്ണൂർ CPMന്റെ ഉടയാട അഴിച്ചത് ഏതാനും നാളുകൾക്ക് മുമ്പാണ്. CPMന്റെ പഴയകാല ഗുണ്ടകളും പി ജയരാജന്റെ വിശ്വസ്തരുമായ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയുമാണ് പാർട്ടിക്കെതിരെ കേട്ടാലറയ്ക്കുന്ന കഥകളുമായി രംഗത്തിറങ്ങിയത്. മുറിവേറ്റ സിംഹമായ പി ജയരാജന്റെ സകലമാന പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു. അന്ന് അർജുനും ആകാശുമെതിരെ DYFI പോലീസ് പരാതി നൽകി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസിന് എതിരെ അപകീർത്തികരമായ പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ നടത്തിയെന്നായിരുന്നു DYFIയുടെ പരാതി. എന്നാൽ പരാതി വൈകാതെ മുക്കി. സ്വർണം കടത്ത് സംഘങ്ങളിൽ
സംഘങ്ങളിൽപ്പെട്ട ഇവർ ഡിവൈഎഫ്ഐയെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഈ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ക്യാമ്പിൽ നടത്തിയതാണ് വിരോധത്തിന് കാരണം. ഇവർക്കെതിരെ അന്വേഷണം നടത്തി ഉചിതമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഷാജർ കണ്ണൂർ എസ്.പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ചില നേതാക്കളുടെ ബന്ധം പാർട്ടിക്ക് കളങ്കമാണെന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിമർശനം പി ജയരാജനെ കൂട്ടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടിക്ക് കളങ്കമായി എന്ന് CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മുൻ പാർട്ടി പ്രവർത്തകരായ അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി എന്നിവർ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ആരോപണങ്ങൾ ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM പ്രാദേശിക നേതാക്കളാണെന്ന് നേരത്തെയും വിമർശനം ഉയർന്നിരുന്നു. കൊട്ടേഷൻ ബന്ധം തുടരുന്നതിനാൽ കൂത്തുപറമ്പ് മേഖലയിൽ ചിലർക്കെതിരെ നേരത്തെ പാർട്ടി നടപടി എടുത്ത കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ പാർട്ടിക്ക് കളങ്കമുണ്ടാകുന്ന തരത്തിൽ ജില്ലയിൽ ഒട്ടേറെ സംഭവങ്ങളുണ്ടെന്ന റിപ്പോർട്ടിന്മേലെയുള്ള ചർച്ചയിൽ വിമർശനം ഉയർന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങളിൽ CPMനെ കടന്നാക്രമിച്ച് CPIയും രംഗത്ത് വന്നിരുന്നു. രാമനാട്ടുകര കൊട്ടേഷൻ സംഘം പാർട്ടിയെ ഉപയോഗിക്കുന്നു, ചെഗുവേരയുടെ ചിത്രം കുത്തിയാൽ കമ്മ്യൂണിസ്റ്റ് ആകില്ല, തില്ലങ്കേരിയുടെ പോസ്റ്റിന് കിട്ടുന്ന സ്വീകാര്യത ഇടതുപക്ഷം ചർച്ച ചെയ്യണമെന്നായിരുന്നു പാർട്ടി മുഖപത്രത്തിൽ CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് മുഴുവൻ പരസ്പരം പോരാടുന്ന CPM CPIയും പി ജയരാജന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള അതിൽ പ്രതികളാകപ്പെടുന്ന യുവാക്കൾ ഇടതു രാഷ്ട്രീയ പ്രസ്താവനകളുടെ ഭാഗമായി കുറച്ചുകാലമെങ്കിലും പ്രവർത്തിച്ചിരുന്നവരായിരുന്നു എന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് സന്തോഷ് പറയുന്നു. പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷ യുവജന സംഘടനകൾ ഇക്കാലം കൊണ്ട് ആർജിച്ചെടുത്ത യുക്തിബോധവും സാമൂഹിക ജാഗ്രതയും വിശാലമായ ലോകബോധവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നും അദ്ദേഹം പറയുന്നു.